നമസ്കാരം. ഫേസ്ബുക്കിൽ ലീഡ്സ് വരുമ്പോൾ AI ആൻഡ് ഓട്ടോമേഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പല സ്ഥലങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ ഒരു ബാക്ക് എൻഡ് സ്റ്റോറിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ആ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് AI ഒക്കെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇതൊരു വർക്ക് ഫ്ലോ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഓട്ടോമേഷൻ സ്റ്റെപ്പുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വർക്ക് ഫ്ലോ. ഇതിനകത്ത് എന്തൊക്കെ ആക്ഷൻസ് ആണ് ഉള്ളത് എന്നാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പേടിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. സ്റ്റെപ്പ് നമ്പർ 1, ഫേസ്ബുക്കിൽ ലീഡ് വരുമ്പോൾ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പേജ്. എൻ്റെ പേജിൽ ഈ ഒരു ക്യാമ്പയിനിൽ ലീഡ് വരുമ്പോൾ ഇതാണ് ട്രിഗർ. ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഓട്ടോമേഷൻസും എയും വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റ്, ആ ഒരു തുടക്കം എവിടെയായിരിക്കണം എന്നുള്ളതാണ് ട്രിഗർ. അപ്പൊ ഈ ട്രിഗറിൽ ഫേസ്ബുക്കിൽ ലീഡ് വരുന്ന സമയത്ത് ഈ കാണുന്ന ബാക്കിയെല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. ഇതെന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ക്രിയേറ്റ് ആൻഡ് അപ്ഡേറ്റ് ഓപ്പർച്യൂണിറ്റി. ക്രിയേറ്റ് ആൻഡ് അപ്ഡേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പൈപ്പ് ലൈൻ ഉണ്ട്. ഈ പൈപ്പ് ലൈനിൽ ഇതൊരു പൈപ്പ് ലൈൻ ആണ്. ഈ പൈപ്പ് ലൈനിൽ ന്യൂ ലീഡായിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറെ ലീഡ് കാണാം. ക്വാളിഫൈഡ് ബൈ AI, അപ്പോയിന്റ്മെന്റ് ബുക്ക്ഡ്, ഇങ്ങനെ കുറെ സ്റ്റേജസ് നിങ്ങൾക്ക് കാണാം. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ ഈ ലീഡിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ലീഡ് ട്രാക്ക് ചെയ്യാതെ പോവില്ല. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് പൈപ്പ് ലൈനിൽ അറിയാൻ പറ്റും ഈ വന്നിരിക്കുന്ന ലീഡ് എപ്പോഴാണ് വന്നത്, അത് ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും ലീഡ് മിസ്സായി പോകുന്ന പ്രോസസ്സ് വരില്ല. ആ ഒരു മിസ്റ്റേക്ക് പറ്റില്ല. 2, അസൈൻ ടു യൂസർ. ഇനിയിപ്പോൾ ലീഡ് വന്നാൽ മാത്രം പോരല്ലോ, നമ്മുടെ സെയിൽസ് ടീമിന് അസൈൻ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റെപ്പ് നമ്പർ 2. ഇത് നമ്മൾ രണ്ട് സ്റ്റാഫിന് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം നടക്കുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ്. ഇനി ഇത് മാത്രം പോരാ, നമ്മൾ ടാഗ് ചെയ്യും. ടാഗ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇത്രയും ലീഡ്സ് വന്നല്ലോ, നാളെ നമ്മൾ എപ്പോഴെങ്കിലും നോക്കുന്ന സമയത്ത് ഈ ലീഡ്സ് എല്ലാം എവിടെയാണ്, ഈ ഒരു ക്യാമ്പയിനിൽ വന്ന ലീഡ്സ് എല്ലാം എവിടെയാണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ടാഗ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമുക്ക് ഈ ടാഗ് എപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഫുൾ ഡാറ്റ നമുക്ക് ഒരു ലിസ്റ്റ് പോലെ കാണാൻ പറ്റും. സോ ടാഗ് ചെയ്തു. ദെൻ ക്രിയേറ്റഡ് ടാസ്ക്. നമ്മുടെ സെയിൽസ് ടീമിന് ടാസ്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലേ അവരത് കറക്റ്റായിട്ട് ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ സെയിൽസ് ടീമിന് അസൈൻ ചെയ്തു എന്നുള്ളത് ഓക്കെ, പക്ഷേ അവരോട് പറയണം നിങ്ങളിങ്ങനെ പണിയെടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിൽ അവർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ടാസ്കുകൾ കാണാൻ പറ്റും. അത് ഡ്യൂ ആകുമ്പോൾ റെഡ് കളർക്ക് ആകുന്നുണ്ടായിരിക്കും. ദെൻ കംസ് ഇന്റേണൽ നോട്ടിഫിക്കേഷൻ. ഇന്റേണൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാസ്കും ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോലും അവർ നോട്ടിഫൈ ചെയ്യണം. ഇപ്പോൾ വാട്സപ്പിലൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ലേ? ആ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതുപോലെ ഒരു ലീഡ് വരുമ്പോൾ നമ്മൾ സെയിൽസ് ടീമിനെ നോട്ടിഫൈ ചെയ്യും അപ്പം തന്നെ, വിത്തിൻ സെക്കൻഡ്സ്. അപ്പോൾ അവർക്ക് അറിയാം ഇങ്ങനെ ഒരു ലീഡ് വന്നിട്ടുണ്ട്, ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഡീറ്റെയിൽസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, അവർ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് കസ്റ്റമറെ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് ടാസ്ക് അപ്ഡേറ്റ് ചെയ്തു, കംപ്ലീറ്റഡ്. ഇനി അഥവാ അവരത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് ഒരു സൈഡിൽ നടക്കുന്ന സമയത്ത് അറ്റ് ദി സെയിം ടൈം നമ്മൾ വാട്സപ്പിൽ നമ്മളുടേതായ ഫോളോ അപ്പ് സിസ്റ്റം കൂടെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സെയിൽസ് ടീം കോൺടാക്ട് ചെയ്യുന്ന ആ മൊമെന്റിൽ തന്നെ ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സെയിൽസ് ടീമിനെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാലും അവർ എത്ര ടൈം കൊണ്ടാണ് അവർ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല, ബിക്കോസ് ദേ ആർ ഹ്യൂമൻ ബീയിങ്. പക്ഷേ നമുക്ക് ആ ടൈം കൊണ്ട് നമുക്ക് വാട്സപ്പിൽ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും സ്പോട്ടിൽ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, അയച്ചു കൊടുത്തതിന് ശേഷം 3 ബ്രാഞ്ചുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിന് ബ്രാഞ്ച് എന്നാണ് പറയാം. ഓക്കെ, 3 ബ്രാഞ്ചുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ ബ്രാഞ്ച് അൺഡെലിവേർഡ്. ഇപ്പം നമ്മൾ അയച്ച മെസ്സേജ് ഡെലിവർ ആയിട്ടില്ല എന്ന് പറയുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ ഞാനിവിടെ അടുത്ത സ്റ്റെപ്പ് ഗോ ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ഗോ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് ഡെലിവർ ആയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ഏത് സ്റ്റെപ്പ് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ചാറ്റ് വിത്ത് AI, രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആ വാട്സാപ്പ് മെസ്സേജിൽ കസ്റ്റമർക്ക് AIയുമായിട്ട് ചാറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺവെർസേഷൻ AI ചാറ്റ് ബോട്ട് ആക്ടിവേറ്റ് ആവും. അപ്പോൾ അവിടെ AI സംസാരിക്കാൻ തുടങ്ങും. നമ്മളുടെ സെയിൽസ് ടീമിന് പകരം AI കസ്റ്റമറുമായിട്ട് ചാറ്റ് ചെയ്യും. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ടൈം ഔട്ട്. ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജ് ഡെലിവർ ആയി, പക്ഷേ കസ്റ്റമർ ഒന്നും ചെയ്തിട്ടില്ല, എവിടെയും ക്ലിക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാം എന്നൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഗോ ടു ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഗോ ടു നമ്മളുടെ ഒരു ഡിലേഡ് ഫോളോ അപ്പ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇൻ കേസ് കസ്റ്റമർ ചാറ്റ് വിത്ത് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺവെർസേഷൻ AI ആക്ടിവേറ്റ് ആവും. ഇത് നമ്മൾ AI പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. യു ആർ എ സെയിൽസ് എക്സ്പെർട്ട്, യുവർ ജോബ് ഈസ് ടു ആസ്ക് ചലഞ്ചസ്, ബീങ് ഫേസ്ഡ് ബൈ ദി കസ്റ്റമർ, റെക്കമെൻഡ് സൊല്യൂഷൻസ്. അപ്പോൾ ഇവരുടെ എന്താണ് സംസാരിക്കേണ്ടതെന്നൊക്കെ നമ്മൾ AI അടുത്ത് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്. AIക്ക് നമ്മൾ 2 ടാസ്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ട് കസ്റ്റമർക്ക് അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. 2, കസ്റ്റമറുടെ ചലഞ്ചസ് ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. 2 ബ്രാഞ്ചുകളാണ് നമ്മളിവിടെ അഡീഷണൽ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ AIക്ക് നമ്മളുടെ സർവീസ് പിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം AIക്ക് ടാസ്ക് കൊടുത്തിരിക്കുന്നത് ഇവരുടെ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അറ്റ് ദി സെയിം ടൈം 2
കണ്ടീഷൻസും കൂടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 ബ്രാഞ്ചുകളാണ് പിന്നെ AI ചാറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ, അതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരു കോൺടാക്റ്റ് ആണ്. ഇവിടെ വന്നു, ഒരാൾ മെസ്സേജ് അയച്ചു, അപ്പോൾ AI റിപ്ലൈ കൊടുത്തതിന് ശേഷം ഇവിടെ AI ഏത് ലാംഗ്വേജിൽ സംസാരിക്കുന്നതൊക്കെ ചോദിച്ചു. അയാൾ മലയാളം എന്ന് പറഞ്ഞു. ബാക്കി അയാളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എഫിഷ്യൻസി എത്രത്തോളം ഫലപ്രദമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഡീറ്റെയിൽസ് പറഞ്ഞു തരികയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചലഞ്ചസ് ഒക്കെ ഇവിടെ AI നോട്ട് ചെയ്യുന്നുണ്ട്. AI നോട്ട് ചെയ്തതിന് ശേഷം AI അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ കൺഫർമേഷന് വേണ്ടി ചോദിക്കുന്നതാണ്. പ്ലസ് ബിസിനസിന്റെ പേര് ചോദിക്കുകയാണ്. അപ്പോൾ ബിസിനസിന്റെ പേര് വന്നപ്പോൾ കോൺടാക്ട് ഫീൽഡ് ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ദാറ്റ് മീൻസ് കസ്റ്റമറുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് AI ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തു. ആ ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ബാക്ക് എൻഡിൽ സേവ് ചെയ്തു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, AI മെസ്സേജ് അയച്ചു, നോ കണ്ടീഷൻസ് മെറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കസ്റ്റമറുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നുമല്ല, അദ്ദേഹത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടേക്കുക. പിന്നെ നമ്മൾ അവിടെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. ടൈം ഔട്ട്, കസ്റ്റമർ റെസ്പോണ്ട് ചെയ്തില്ല, അങ്ങനത്തെ ഒരു സിനാരിയോ വരികയാണെങ്കിൽ. നീഡ് അപ്പോയിന്റ്മെന്റ്, കസ്റ്റമർ പക്ഷേ അപ്പോയിന്റ്മെന്റ് ചോദിക്കുകയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട സിജോ ചോദിച്ചിരിക്കുന്ന പോലെ അപ്പോയിന്റ്മെന്റ് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ കസ്റ്റമറുടെ ചലഞ്ചസ് ജെനുവിൻ ആണ്. അപ്പോയിന്റ്മെന്റ് ചോദിച്ചില്ലെങ്കിലും കസ്റ്റമർക്ക് ചലഞ്ചസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഈ 2 സിനാരിയോ വരുമ്പോഴും ഓക്കെ, മുകളിലത്തെ 2 സിനാരിയോ ആണെങ്കിൽ നമ്മൾ ഗോ ടു കൊടുത്തിട്ടുണ്ട്. താഴത്തെ 2 സിനാരിയോ വരുമ്പോൾ നമ്മൾ ഇവിടെ അഗൈൻ ഓപ്പർച്യൂണിറ്റി അപ്ഡേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഓപ്പർച്യൂണിറ്റി അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈപ്പ് ലൈൻ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്വാളിഫൈഡ് ബൈ AI എന്ന് പറഞ്ഞ സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഓട്ടോമാറ്റിക്കലി AI കണ്ടുപിടിച്ചു ഈ കസ്റ്റമർക്ക് ചലഞ്ച് ഉണ്ട് എന്നും അയാൾക്ക് അപ്പോയിന്റ്മെന്റ് വേണമെന്നും. അപ്പോൾ AI ഓട്ടോമാറ്റിക്കലി പൈപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക്, അതായത് ജെനുവിൻ ചലഞ്ച് ഉണ്ടെങ്കിൽ അതിൽ ആ സ്റ്റെപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഗോ ടു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗോ ടു എന്ന് പറയുന്നത് കസ്റ്റമർക്ക് ചലഞ്ച് ഉണ്ടെങ്കിൽ നേരെ ഓപ്പർച്യൂണിറ്റി അപ്ഡേറ്റിലേക്ക് പോകും. മുകളിൽ കൊടുത്തിരിക്കുന്ന 2 ഗോ ടു പോകുന്ന വേറെ സ്റ്റെപ്പിലേക്കാണ്, അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കസ്റ്റമറുടെ ചലഞ്ചസ് മനസ്സിലായപ്പോൾ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പൈപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്തു, ക്വാളിഫൈ ചെയ്തു. AI ക്വാളിഫൈ ചെയ്തു ലീഡിനെ, ഇത് ജെനുവിൻ ലീഡാണ് എന്ന് മനസ്സിലായി. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, AI വെച്ചിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങിന്റെ ബോട്ട് വേറെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ മറ്റൊരു AI അദ്ദേഹവുമായിട്ട് ചാറ്റ് ചെയ്യാണ്. ആ AI ചാറ്റ് ചെയ്ത മെസ്സേജ് ആണ് ഈ ഡീറ്റെയിൽസ് അയച്ചു കൊടുത്തിരിക്കുന്നത്, നമ്മുടെ കലണ്ടർ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ചാറ്റ് ബോട്ടിന്റെ പണി എന്താണ്, AIയുടെ പണി എന്താണ്, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോയിന്റ്മെന്റ് മീറ്റിംഗ് വിത്ത് സുബിലാൽസ് ടീം ക്രിയേറ്റഡ്, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തു. അതിനെ വീണ്ടും ഓപ്പർച്യൂണിറ്റി ആക്കി. അതായത് നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞ് മറ്റൊരു സ്റ്റേജിന്റെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 33 അപ്പോയിന്റ്മെന്റ് ബുക്ക്ഡ് ഓട്ടോമാറ്റിക്കലി വന്ന് കിടക്കുന്നത്. ഈ അപ്പോയിന്റ്മെന്റ് ബുക്ക്ഡ് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്നതാണ്, നമ്മൾ വിളിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നതല്ല. ഓക്കെ, ഈ നോട്ട് കണക്റ്റഡ് ആണ് നമ്മൾ മാനുവലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. പക്ഷേ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഇൻബൗണ്ട് വന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ പൈപ്പ് ലൈൻ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് കസ്റ്റമർക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻ കൊടുത്തു. അതായത് ഇൻഫോം ചെയ്തു, നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇന്ന ഡേറ്റിൽ ഇന്ന ടൈമിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് മാത്രമല്ല, എന്നാണോ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ആ ദിവസം രാവിലെ ഒരു 6 മണിക്കൂർ മുന്നേ റിമൈൻഡ് ചെയ്തു. അതിനുശേഷം അപ്പോയിന്റ്മെന്റിന്റെ 10 മിനിറ്റ് മുന്നേ ലിങ്കും അയച്ചു കൊടുത്തു. ഇത് ചെയ്യലാണ് ഈ AI ബോട്ടിന്റെ പണി. ഏത് AI ബോട്ടിന്റെ, അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ബോട്ടിന്റെ. ഓക്കെ, അപ്പോൾ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ബോട്ട് എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ടൈം ഔട്ട് വെച്ചു. അതായത് ചിലപ്പോൾ കസ്റ്റമേഴ്സ് റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഗോ ടു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത സമയത്ത് നമ്മളിപ്പോൾ നേരത്തെ കണ്ടു, എന്താണ് കണ്ടത്, പൈപ്പ് ലൈൻ സ്റ്റേജ് അപ്ഡേറ്റ് ചെയ്തു. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ സ്റ്റേജ് അപ്ഡേറ്റ് ചെയ്തു. എന്നിട്ട് ഇന്റേണൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ആഡ് ടാസ്ക്. നമുക്ക് ഇത് ചെയ്താൽ മാത്രം പോരല്ലോ, നമ്മൾ സ്റ്റാഫിനെ ഇൻഫോം ചെയ്യണ്ടേ, ഇങ്ങനെ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടെന്ന് ഇൻഫോം ചെയ്യണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ടീം ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ നമ്മുടെ ടീമിനെ നോട്ടിഫൈ ചെയ്തു. എന്നിട്ട് അവർക്കൊരു ടാസ്കും ക്രിയേറ്റ് ചെയ്തു. ടാസ്ക് എന്താണ്, എന്നാണോ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ്, കണ്ടോ, ഡ്യൂ ഇൻ അപ്പോയിന്റ്മെന്റ് ഡേ ഓഫ് ദി വീക്ക്. എന്നാണോ അപ്പോയിന്റ്മെന്റ് ഡ്യൂ ഡേറ്റ് വന്നിരിക്കുന്നത് ആ ഡേറ്റിൽ ഈ അപ്പോയിന്റ്മെന്റ് എടുക്കാനായിട്ട് ടാസ്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റാഫിന് അറിയാൻ പറ്റും, ഇന്ന ദിവസം എനിക്ക് ടാസ്ക് ഉണ്ട്, അപ്പോയിന്റ്മെന്റ് ഉണ്ട് എന്ന് അറിയാനായിട്ട് പറ്റും. അദ്ദേഹത്തിന് ആ അപ്പോയിന്റ്മെന്റ് എടുക്കാം, കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോയിന്റ്മെന്റ് നോട്ട് ബുക്ക്ഡ്, ചിലപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ച കസ്റ്റമർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു എന്ന് വരില്ല. അങ്ങനെയുള്ള സിനാരിയോയിൽ എന്ത് ചെയ്യണം, ഈ എല്ലാ സിനാരിയോയിലും, അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട എവിടെയെല്ലാം ഗോ ടു കൊടുത്തിട്ടുണ്ടോ, ഈ ഗോ ടു കൊടുത്തിരിക്കുന്ന പർപ്പസ് എന്തായിരുന്നു, ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തില്ല, ചിലപ്പോൾ മെസ്സേജ് ഡെലിവർ ആയില്ല, ചിലപ്പോൾ മെസ്സേജ് ടൈം ഔട്ട് ആയി, ചിലപ്പോൾ നമുക്ക് കണ്ടീഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്ത് സിനാരിയോ വന്നു കഴിഞ്ഞാലും അത് നേരെ വന്നിട്ട് ഈ സ്റ്റെപ്പിലേക്ക് വരും, ഈ വെയിറ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിലേക്ക് വരും. ഈ വെയിറ്റിൽ സംഭവിക്കുന്നത് 2 ദിവസം AI വെയിറ്റ് ചെയ്യും, ഓട്ടോമേഷൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് കസ്റ്റമർക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജും കൂടെ അയക്കും. ആ മെസ്സേജ് നമ്മുടെ സർവീസസ് പിച്ച് ചെയ്യുന്ന മെസ്സേജാണ്. അപ്പോൾ ഈ മെസ്സേജസ് കണ്ടിട്ടും ആൾക്കാർ ഇങ്ങോട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്,
ഒരു ഫേസ്ബുക്ക് ലീഡ് വന്നു, നേരെ സെയിൽസ് ടീമിനെ അസൈൻ ചെയ്യുന്ന പ്രോസസ്സിലേക്ക് പോയി. ഒപ്പം നമ്മൾ വാട്സപ്പിൽ AI ഇനിഷ്യേറ്റ് ചെയ്തു. AI കസ്റ്റമറുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് അയാളുടെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി, ജെന്യൂൻ ആണ് ലീഡ് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റിലേക്ക് പുഷ് ചെയ്തു. കസ്റ്റമർ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു. നമുക്ക് ഇന്റേണലി അപ്പോയിന്റ്മെന്റ്, ഇൻബൗണ്ട് അപ്പോയിന്റ്മെന്റ് കിട്ടി. നമ്മുടെ ടീമിനെ നമ്മൾ നോട്ടിഫൈ ചെയ്തു. അതിനുശേഷം എന്നാണ് അപ്പോയിന്റ്മെന്റ്, ആ ഡേറ്റിൽ കസ്റ്റമറും നമ്മുടെ ടീമും ഒരേപോലെ നോട്ടിഫൈഡ് ആണ്. അതിനുശേഷം നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഡിലേഡ് ഫോളോ അപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഫേസ്ബുക്ക് ലീഡ്സ് ക്യാമ്പയിൻ ഒക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്ന സമയത്തും ഈ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ വെറും ലീഡ് ഫോളോ അപ്പ് മാത്രമല്ല, അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങും ആ അപ്പോയിന്റ്മെന്റ് ബുക്കിങ്ങിന്റെ റിമൈൻഡിങ്ങും ഇനി ഈവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ബിസിനസ് മോഡലിനനുസരിച്ചിട്ട് അതിനനുസരിച്ചുള്ള കുറെ ആക്ടിവിറ്റീസും കൂടെ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള സിസ്റ്റംസ് എന്തായാലും നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങളുടെ മാർക്കറ്റിംഗ് ടു സെയിൽസ് പ്രോസസ്സ് വളരെയധികം എഫിഷ്യന്റ് ആക്കി മാറ്റുക. എന്തായാലും അതിലൂടെ നല്ല സ്കെയിലബിൾ ആയിട്ടൊരു ബിസിനസ് മോഡൽ വരട്ടെ, നല്ലൊരു പ്രോഫിറ്റബിലിറ്റി വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇതുപോലുള്ള സിസ്റ്റംസ് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി കൺസൾട്ടേഷനോ അല്ലെങ്കിൽ സപ്പോർട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും AI ആൻഡ് ഓട്ടോമേഷൻ ഇല്ലാതെ ഇനി അങ്ങോട്ട് ബിസിനസ്സുകളില്ല. ട്രൈ ദിസ് ആൻഡ് അടുത്ത വീഡിയോന് വരെ കാത്തിരിക്കുക. യു വിൽ സീ സംതിങ് ബ്യൂട്ടിഫുൾ ലൈക്ക് ദിസ് അഗെയിൻ. ഓക്കെ, സീ യു ദെൻ ആൻഡ് ടേക്ക് കെയർ.